നമസ്കാരം സുഹൃത്തുക്കളെ, 2025 വിനീത് ശ്രീനിവാസൻ മെയിൻ ക്യാരക്ടറായി അഭിനയിച്ച ഒരു ജാതി ജാതകം എന്ന സിനിമയുടെ ഫുൾ മൂവി എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു കല്യാണമാണ്. അത് വേറെ ആരുടെയും കല്യാണമല്ല, നമ്മുടെ നായകന്റെ കല്യാണം തന്നെയാണ് കേട്ടോ. നമ്മുടെ നായകന്റെ പേരാണ് ജയേഷ്. ജയേഷ് അങ്ങനെ കല്യാണ പെണ്ണിനെ താലി കെട്ടാൻ പോകുന്നതും കല്യാണപ്പയ്യന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു സൂട്ട് കേസുമായി ഒരാൾ പാട്ടും പാടി വരികയാണ്. എന്നിട്ട് കല്യാണ പെണ്ണിന്റെ പേരും വിളിച്ചുകൊണ്ട് നേരെ മണ്ഡപത്തിൽ കയറിയിട്ട് ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ എന്ന് 5 കോടി രൂപ സമ്പാദിച്ചു കൊണ്ട് വരുമോ അന്ന് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിരുന്നു. സംശയമാണെങ്കിൽ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കൂ എന്ന് പറഞ്ഞ് കുറച്ച് കടലാസ് എടുത്ത് ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. കല്യാണ പെണ്ണിന്റെ അച്ഛൻ നോക്കുമ്പോഴോ ശരിയാണ്, 5 കോടി രൂപ അവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന ജയേഷിന്റെ അച്ഛൻ കല്യാണ പെണ്ണിന്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നു, ആരാണ് ഇവൻ, ഇവനെ പിടിച്ച് പുറത്താക്കുക എന്ന്. പക്ഷേ കല്യാണ പെണ്ണിന്റെ അച്ഛൻ പറയുന്നതോ, എനിക്ക് വാക്കാണ് വലുത്, വാക്കാണ് എനിക്ക് ദൈവമെന്ന്. ഇത് കേട്ട് ജയേഷ് ദേഷ്യം വന്ന് കല്യാണ പെണ്ണിന്റെ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, അപ്പോൾ നിങ്ങൾ നമുക്ക് തന്നതോ വാക്കല്ലായിരുന്നു, അത് തോക്കായിരുന്നു. ഈ സമയം ആ വലിഞ്ഞു കയറി വന്ന പയ്യൻ ജയേഷിന്റെ മുന്നിലും 1 കോടി രൂപ കൊടുത്തിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇരിക്കുന്നു 1 കോടി ജയേഷ്. ഇത് കേട്ട് ജയേഷ് പറയുന്നു, കാശ് കണ്ട് മയങ്ങുന്നവനല്ല ഈ ജയേഷ്, നീ എൻ്റെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോടാ എന്ന് പറയുന്നതും ആ വന്നവൻ ജയേഷിന്റെ മുഖത്തൊരു ഇടിയും കൊടുത്തിട്ട് പറയുന്നു, നീ ആദ്യം എൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഇറങ്ങി പോടാ എന്ന്. ഉടനെ തന്നെ ജയേഷ് സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ്. അതൊരു സ്വപ്നമായിരുന്നു. ജയേഷ് സ്വയം പറയുന്നു, ദൈവമേ, സ്വപ്നത്തിൽ പോലും കല്യാണം മുടങ്ങുകയാണല്ലോ എന്ന്. ഇനി നമ്മുടെ നായകനായ ജയേഷിനെ പരിചയപ്പെടാം. ജയേഷിന് 37 വയസ്സുണ്ട്. 38 വയസ്സിനകത്ത് കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. അതിന് ഒരു കാരണവുമുണ്ട്, അത് വഴിയേ പറയാം. ഇനി വയസ്സ് 37 ഉണ്ടെങ്കിലും ജയേഷ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് കുറേ ഡിമാൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അവ ഇതാണ്: അവൾ ഗ്രഹകാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവളായിരിക്കണം, ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്തു കൊടുക്കണം, സൗമ്യമായി സംസാരിക്കുന്നവളായിരിക്കണം, നല്ല സൗന്ദര്യമുണ്ടായിരിക്കണം, നല്ല നിരയുള്ള പല്ലുണ്ടായിരിക്കണം, നല്ല മൂക്കുണ്ടായിരിക്കണം, ഒരു 5-5.5 അടി പൊക്കമുണ്ടായിരിക്കണം. അങ്ങനെ കുറേ ഡിമാൻഡുകൾ. ഇങ്ങനെ തൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ജയേഷ് സമയം കിട്ടുമ്പോഴെല്ലാം മാട്രിമോണിയിലൂടെ ഇങ്ങനെയുള്ള ഒരു കുട്ടിക്കായി തിരഞ്ഞുകൊണ്ടേയിരുന്നു. ജയേഷ് ജോലി ചെയ്തിരുന്നത് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മാഗസീൻ ഓഫീസിലായിരുന്നു കേട്ടോ. അവിടെ രാവിലെ ജോലിക്ക് വന്ന ജയേഷിന്റെ അടുത്ത് സഹപ്രവർത്തക ഇങ്ങനെ പറയുന്നു, ധാത്രിക്കുട്ടി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റ് ഇപ്പോൾ മൊബൈലിലുണ്ട് എന്നും അവരോടൊരു ചെറിയ സോറി പറയാൻ ജയേഷിന്റെ അടുത്ത് ഈ സഹപ്രവർത്തക പറയുകയാണ്. എന്നാൽ ജയേഷ് ക്ഷമ പറയാൻ തയ്യാറാകുന്നില്ല. എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാത്രിക്കുട്ടി എന്ന തൂലികാ നാമമുള്ള ആ നോവലിസ്റ്റ് LGBTQ കുറിച്ച് ഒരു നോവൽ എഴുതുന്നു. എന്നാൽ നമ്മുടെ നായകനായ ജയേഷ് പ്രവർത്തിക്കുന്ന ആ മാസികയിൽ നഖശികാന്തം അതിനെ എതിർത്തുകൊണ്ട് ഒരു ക്രിട്ടിക് എഴുതുന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഈ ധാത്രിക്കുട്ടി എന്ന് പറയുന്ന നോവലിസ്റ്റിന് പണി അറിഞ്ഞുകൂടാ എന്നും അവർ അടുക്കളയിൽ പോയി ചപ്പാത്തി ചുടുന്നതാണ് നല്ലതെന്നും തൻ്റെ മാസികയിൽ ജയേഷ് എഴുതിയിരുന്നു. ഇങ്ങനെയൊക്കെ എഴുതിയതിനാണ് ജയേഷിന്റെ സഹപ്രവർത്തക ആ ധാത്രിക്കുട്ടിയുടെ ഫോൺ വന്നപ്പോൾ അതിലൂടെ ഒരു സോറി പറയാൻ വേണ്ടി ജയേഷിന്റെ അടുത്ത് പറയുന്നത്. പക്ഷേ ജയേഷ് തറപ്പിച്ചു പറയുന്നു, മാപ്പറത്തെ ജയേഷ് ആരെടുത്തും സോറി പറയില്ല എന്ന്. ജയേഷിന്റെ ഈ മറുപടി കേട്ട ആ സഹപ്രവർത്തക ഫോണിലുണ്ടായിരുന്ന ധാത്രിക്കുട്ടിയോട് പറയുന്നു, ജയേഷിന് ഇവിടെയൊക്കെ നോക്കി ബാത്റൂമിൽ എവിടെ പോയെന്നാ തോന്നുന്നതെന്ന്. ഇത് കേട്ട ഉടനെ ആ ധാത്രിക്കുട്ടി എന്ന നോവലിസ്റ്റ് തിരിച്ചു പറയുകയാണ്, ഞാൻ എല്ലാം ഫോണിലൂടെ കേട്ടു, ആ തെണ്ടിയെ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇടിച്ച് അവൻ്റെ പല്ല് തെറിപ്പിക്കുമെന്ന് അവർ ഫോണിലൂടെ തിരിച്ചു മറുപടിയും പറയുന്നു. ഇതിനുശേഷം ജയേഷ് തൻ്റെ ഓഫീസിലെ ബോസായ ബാബു സാറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ബാബു സാർ ജയേഷിന്റെ അടുത്ത് ചോദിക്കുന്നു, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നാട്ടിലേക്ക് പോകുന്നില്ലേ എന്ന്. ആ സമയം തന്നെ ജയേഷിന്റെ കൂട്ടുകാരനും അവിടെ എത്തുന്നു. ബാബു സാർ ജയേഷിന്റെ അതേ ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്ന കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നു, ജയേഷ് വെള്ളിയാഴ്ച വൈകുന്നേരം നേരെ നാട്ടിൽ പോകും, ശനിയും ഞായറും നാട്ടിൽ പെണ്ണ് കാണാൻ വേണ്ടി, എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ തന്നെ നേരെ ഓഫീസിലേക്കും എത്തും, ഇല്ലെങ്കിൽ ജോലി പോകും കേട്ടോ. ഇത് കേട്ട ജയേഷ് ഉടനെ പറയുകയാണ്, സാറേ, നല്ലൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണമെന്ന്. ഇതിന് മറുപടിയായി ബാബു സാർ പറയുന്നു, എൻ്റെ ജയേഷ്, നിന്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ കിട്ടുന്നത് ഈ നൂറ്റാണ്ടിൽ ഡൈനോസറിനെ തപ്പി നടക്കുന്നത് പോലെയാണ്.
ഇത് കേട്ട് ചെറിയ വിഷമത്തിലായ ജയേഷിന്റെ തോളിൽ കൈവച്ചിട്ട് ബാബു സാർ പറയുന്നു, ഞാൻ ചുമ്മാ കോമഡി പറഞ്ഞതാണ്, നീ നാട്ടിൽ പോയി നീ നിന്റെ ഡൈനോസറിനെ കണ്ടുപിടിക്ക്. അങ്ങനെ ജയേഷ് പെണ്ണ് കാണാൻ വേണ്ടി നാട്ടിലേക്ക് ട്രെയിനിൽ യാത്ര തുടരുകയാണ്. യാത്രക്കിടയിൽ നാട്ടിലുള്ള കല്യാണ ബ്രോക്കറെ വിളിച്ച് പെണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ബ്രോക്കർ പറയുന്നു, ഒരു അടിപൊളി പെണ്ണാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് എന്ന്. ഉടനെ ജയേഷ് പറയുന്നു, എല്ലാ ആഴ്ചയും നിങ്ങൾ ഇത് തന്നെയാണല്ലോ പറയുന്നത്, ചുമ്മാ പ്രതീക്ഷ തരുന്നത് മാത്രം മിച്ചം, ഞാൻ വേറെ ആളെ വയ്ക്കണമോ എന്ന് ചോദിക്കുന്നു. ഇതിന് മറുപടിയായി ആ കല്യാണ ബ്രോക്കർ പറയുന്നു, അതിന് ഈ വടക്കേലെ നാരായണൻ ചാവണം, അങ്ങനെ ചത്ത എന്റെ കണ്ണടയോ ഇല്ല, നിന്റെ കല്യാണം ഈ വടക്കേലെ നാരായണൻ നടത്തിയിരിക്കുമെന്ന് ജയേഷിന് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ തന്റെ വീട്ടിലെത്തിയ ജയേഷ് കാണുന്നത് വീടടച്ച് എല്ലാവരും എവിടെയോ പോയിരിക്കുന്നു. എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ ബ്രോക്കർ നാരായണേട്ടൻ പോയി എന്നറിയുന്നു. ഉടനെ ജയേഷ് തിരിച്ചു പറയുന്നു, അതങ്ങനെ പോകും, എന്നെ കൂട്ടി പോകാന്നല്ലേ ബ്രോക്കർ നാരായണേട്ടൻ പറഞ്ഞത്. എന്നാൽ പിന്നീടാണ് ജയേഷിന് കാര്യം മനസ്സിലാകുന്നത്. നാരായണേട്ടൻ പോയി എന്ന് വെച്ചാൽ മരിച്ചുപോയി എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത്. ഉടനെ തന്നെ ജയേഷ് ബ്രോക്കർ നാരായണന്റെ മരണ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ജയേഷിനെ കണ്ട ഈ മരിച്ചുപോയ ബ്രോക്കറിന്റെ ഭാര്യയും മകളും മരണ വീട്ടിലിരുന്ന് ജയേഷിനെ നോക്കി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു, നോക്കൂ നാരായണേട്ടാ, ജയേഷ് വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ജയേഷിന്റെ കല്യാണം നടത്തി കൊടുത്തിട്ട് മരിച്ചാൽ പോരെയായിരുന്നു എന്ന്. ഉടനെ തന്നെ ആ മരിച്ചുപോയ ബ്രോക്കറുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ജയേഷിനെ നോക്കി, ആണുങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ എവിടെ നിന്ന് പെണ്ണ് കിട്ടാനാ എന്ന്. ഈ സമയം തന്നെ ആ ബ്രോക്കറുടെ മകൻ വന്ന് ജയേഷിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് പറയുന്നു, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ കല്യാണ കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് എന്നും അച്ഛൻ ഒരു പെണ്ണിനെ നോക്കി വെച്ചിരുന്നത് നീ ചെന്ന് കാണണമെന്നും ബ്രോക്കറുടെ മകൻ പറയുന്നു. അച്ഛൻ്റെ 16-ന് ശേഷം നിന്റെ കല്യാണ കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാനും ഉണ്ടാകുമെന്നും ആ ബ്രോക്കറുടെ മകൻ ജയേഷിന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ജയേഷും കുടുംബവും കൂടി ആ ബ്രോക്കർ നോക്കി വെച്ച പെണ്ണ് കാണാൻ വേണ്ടി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവരുടെ കൂടെ ജയേഷിന്റെ സഹോദരിയുടെ മകളും ഉണ്ട് കേട്ടോ. അങ്ങനെ പെണ്ണിന്റെ വീട്ടിലെത്തുമ്പോൾ ജയേഷിന് ഒരു കാര്യം മനസ്സിലാകുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പെണ്ണിനെ ജയേഷ് പെണ്ണ് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. അവിടെ നിന്ന് അവർ പോകാൻ തയ്യാറാകുമ്പോൾ ആ പെണ്ണിന്റെ അച്ഛൻ അവരെ കാണുകയും എന്തായിരുന്നാലും വന്നതല്ലേ, ഇനി ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും വീട്ടിലകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇങ്ങനെ അകത്തേക്ക് വന്ന ജയേഷിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ട ആ പെണ്ണിന്റെ അച്ഛൻ പറയുന്നു, എന്താ മകനെ മുഖം വല്ലാതെ ഇരിക്കുന്നത്, ടോയ്ലറ്റിൽ പോകണോ എന്ന് ചോദിച്ച് ജയേഷിനെ നിർബന്ധിച്ച് ടോയ്ലറ്റിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ജയേഷ് ഈ നടന്ന കാര്യമെല്ലാം തൻ്റെ കൂട്ടുകാരനെ ഫോണിലൂടെ വിളിച്ചറിയിക്കുന്ന സമയത്ത് അറിയാതെ ബാത്റൂമിൻ്റെ അകത്ത് കയറി ദേഷ്യത്തിൽ ചെവിരിലടിക്കുന്നത് ബാത്റൂമിലെ കുളിക്കാൻ വെള്ളം വരുന്ന സ്വിച്ചിലായിരുന്നു. അങ്ങനെ അവിടെ മൊത്തം വെള്ളം ചീറ്റുകയും ജയേഷ് ആ ബാത്റൂമിനകത്ത് ചറക്കി അടിച്ച് വീഴുകയും ശരീരം മൊത്തം നനഞ്ഞ് കുളിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഒരു വിധത്തിൽ എഴിച്ച് തൻ്റെ തുണിയും പിഴിഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ ജയേഷ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സംഭവത്തിന് ശേഷം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ഇരുന്ന ജയേഷിനെ വിളിക്കാൻ വേണ്ടി ജയേഷിന്റെ പോലീസുകാരനായ കൂട്ടുകാരൻ ജിതേഷ് എത്തുകയാണ്. അവന്റെ സഹോദരിയുടെ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. എന്നാൽ ജയേഷ് അതിന് തയ്യാറാകുന്നില്ല. കാരണം പെണ്ണ് കാണാൻ പോയ സ്ഥലത്ത് തന്നെ പെണ്ണ് വീട്ടുകാർ കുളിപ്പിച്ച് കിടത്തി എന്ന് പറഞ്ഞ് ബന്ധുക്കൾ കളിയാക്കുന്നുണ്ട് എന്നും ഇത് നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഏത് വിധത്തിൽ കളിയാക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയേഷ് ഇങ്ങനെ വീടിനകത്ത് കയറിയിരിക്കുന്നത്. എന്നാൽ ജിതേഷ് ജയേഷിനെ നിർബന്ധിച്ച് ആ റിസപ്ഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചു ജയേഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു നാട്ടുകാരൻ ജയേഷിനെ കളിയാക്കുന്നു. ഇത് കണ്ട് സഹിക്കാതെ ജയേഷ് ആ റിസപ്ഷനിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തയ്യാറായപ്പോൾ ജിതേഷ് ജയേഷിനെ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതേ സമയം ജയേഷിൻ്റെ അമ്മ അതേ റിസപ്ഷനിൽ പങ്കെടുക്കാൻ വന്ന സിനിത എന്ന മറ്റൊരു പെൺകുട്ടിയെ കാണുകയാണ്. ജയേഷിനെ അവിടെ വെച്ച് തന്നെ കല്യാണം ആലോചിക്കാൻ വേണ്ടി ജയേഷിൻ്റെ അടുത്ത് സിനിത എന്ന പെൺകുട്ടിയെ അവിടെ വെച്ച് തന്നെ കാണാൻ വേണ്ടി ജയേഷിൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ ജയേഷിൻ്റെ വീണ്ടും ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാണ്. റിസപ്ഷനിൽ ഒഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ച് സിനിതയെ ജയേഷ് കണ്ടുമുട്ടുന്നു. ഈ സിനിമയിൽ ട്വിസ്റ്റുകൾ ആരംഭിക്കുന്നത് ഇവിടം തൊട്ടാണ് കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് ഈ വീഡിയോയ്ക്ക് അത്യാവശ്യമാണ്. സിനിതയും ജയേഷും പരസ്പരം പരിചയപ്പെടുന്നു. ജയേഷ് ചോദിക്കുന്നു, ഏതുവരെ പഠിച്ചിട്ടുണ്ട്? സിനിത പറയുന്നു, ഞാൻ MA സംസ്കൃതമാണ്. ഇത് കേട്ട ജയേഷിന് വളരെ സന്തോഷമാകുന്നു. സിനിത തുടരുന്നു, MA സംസ്കൃതം മാത്രമല്ല ഹസ്തരേഖാ ശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും തനിക്ക് ഡിപ്ലോമ ഉണ്ടെന്ന് സിനിത പറയുന്നു. ജയേഷിൻ്റെ കൈ നോക്കി ഭാവി പറയാമെന്ന് സിനിത പറയുമ്പോൾ ജയേഷ് സന്തോഷത്തോടു കൂടി തൻ്റെ കൈ സിനിതയ്ക്ക് മുമ്പിൽ കാണിക്കുന്നു. സിനിത ജയേഷിൻ്റെ കൈ നോക്കി പറയാൻ തുടങ്ങി, ജയേഷേട്ടൻ എന്താ ഇത്രയും നാൾ കല്യാണം കഴിക്കാൻ വൈകിയത് എന്ന്. ജയേഷ് ഉടനെ സിനിതയെ സോപ്പിടാൻ വേണ്ടി പറയുന്നു, ഇതുപോലൊരാളെ കിട്ടാത്തത് കൊണ്ട് എന്ന്. സിനിത തുടർന്നു, ഞാനൊരു കാര്യം പറഞ്ഞാൽ ജയേഷേട്ടന് ബുദ്ധിമുട്ടാകുമോ? ഇല്ല, സിനിത പറഞ്ഞോളൂ എന്ന് ജയേഷ് പറയുന്നു. ജയേഷിൻ്റെ കൈ നോക്കി സിനിത പറയാൻ തുടങ്ങുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ
ഏറ്റവും മോശപ്പെട്ട സമയത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും സഹിക്കേണ്ടി വരും. നിങ്ങൾ കാരണം ഇവിടെ കലാപങ്ങൾ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ശത്രു ഉള്ളത് പുറത്തല്ല, അകത്താണ്. ആ ശത്രുവിനെ എടുത്ത് പുറത്ത് കളയാതെ നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കില്ല. ഇത് കേട്ട ജയേഷ് ചോദിക്കുന്നു, ആരാണിത്? അയാൾ ഈ റിസപ്ഷനിലുണ്ടോ? എൻ്റെ വീട്ടുകാരാണോ? എൻ്റെ ബന്ധുക്കളാണോ എന്നൊക്കെ. പക്ഷേ സിനിത അതിന് മറുപടി പറയുന്നില്ല. സിനിത പറയുന്നു, ജയേഷ് ഏട്ടാ, നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല, അത് ഈ കയ്യിൽ എഴുതി വച്ചിട്ടില്ല. സിനിത തുടരുന്നു, ഞാൻ വേറൊരു കാര്യവും കൂടി പറയാം. നിങ്ങൾ ഈ കൈയിനെ ഇനി വേറൊരാളെയും കാണിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഞെട്ടില്ല എങ്കിൽ ഞാൻ വേറൊരു കാര്യവും കൂടി പറയാം. ജയേഷ് പറയാൻ പറയുന്നു, നിങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നത് ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും. അത് ഒരു ആണായിരിക്കാം, ചിലപ്പോൾ ഒരു പെണ്ണായിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവരുടെ പേരിൽ 3 അക്ഷരമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് കേട്ട് ഞെട്ടി അങ്ങനെ നിൽക്കുകയാണ് ജയേഷ്. ഇതിനുശേഷം പിറ്റേ ദിവസം ഉറങ്ങിക്കിടക്കുന്ന ജയേഷിനെയാണ് കാണിക്കുന്നത്. ജയേഷിനെ വിളിച്ചുണർത്തുന്നത് ജയേഷിൻ്റെ അനുജനാണ്. അനുജൻ പറയുന്നു, ഇന്നലെ നിങ്ങളുടെ കൈ നോക്കിയ ആ ചേച്ചിയില്ലേ, അവള് പുലിയാണ് കേട്ടോ. അവർ പറഞ്ഞതുപോലെ തന്നെ ചേട്ടന് 8ന്റെ പണി വരുന്നുണ്ട്. കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ജയേഷ് റിസപ്ഷന് മുമ്പ് ഒരു പെണ്ണ് കാണാൻ പോയിരുന്നല്ലോ. ആ പെണ്ണ് കാണാൻ പോയപ്പോൾ ജയേഷിൻ്റെ സഹോദരിയുടെ മകളെയും കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ജയേഷ് പെണ്ണ് കാണാൻ പോയ വീട്ടിലെ പയ്യൻ ജയേഷിൻ്റെ സഹോദരിയുടെ മകളെ പെണ്ണ് കാണാൻ ജയേഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ജയേഷിൻ്റെ സഹോദരിയുടെ മകളുമായിട്ടുള്ള കല്യാണം അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ ജയേഷിന് വളരെ ദേഷ്യം വരികയാണ്. ജയേഷ് സിനിതയുടെ വാക്കുകൾ ആലോചിക്കുന്നു. നിങ്ങളുടെ ശത്രു ഉള്ളത് പുറത്തല്ല, അകത്താണ്. ജയേഷ് ചിന്തിക്കുന്നു, അത് അകത്ത് തന്നെയാണ്, ബന്ധുക്കൾ. ജയേഷ് ദേഷ്യത്തിൽ തൻ്റെ തുണിയെല്ലാം എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നു. അമ്മ ജയേഷിനെ തടയുന്നു. അച്ഛൻ ജയേഷിൻ്റെ അടുത്ത് പറയുന്നു, നീ പിണങ്ങാതെ, നിന്റെ സഹോദരിയുടെ മകളുടെ കല്യാണം ഉറപ്പിച്ച് വച്ചിട്ടുള്ളതേ ഉള്ളൂ. നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവളുടെ കല്യാണം നടത്തുകയുള്ളൂ എന്ന്. ഇത് കേട്ട് ജയേഷ് ദേഷ്യത്തിൽ പറയുന്നു, നിങ്ങൾക്കറിയാലോ 38 വയസ്സിനകത്ത് എൻ്റെ കല്യാണം നടന്നില്ല എങ്കിൽ നിങ്ങളുടെ മരണം സംഭവിക്കുമെന്ന്. ഇത് ജാതകപ്രകാരമുള്ള കാര്യമാണ് ജയേഷ് പറയുന്നത്. ജയേഷ് തുടരുന്നു, എന്നിട്ട് മകളുടെ കല്യാണം നടത്താനാണ് നിങ്ങൾക്കിപ്പോൾ ആഗ്രഹം. നിങ്ങളൊരു തന്തയുമല്ല, നിങ്ങളൊരു തള്ളയുമല്ല, നീ ഒരു പെങ്ങളുമല്ല എന്ന് പറഞ്ഞ് ജയേഷ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാകുമ്പോൾ ജയേഷിൻ്റെ മുത്തശ്ശി ജയേഷിനെ പുറകിൽ നിന്ന് വിളിക്കുകയാണ്, ജയേഷ്, ഇവിടെ ഒരു പന്തൽ വീണിട്ട് എത്ര കാലമായി എന്ന്. ജയേഷ് ഇതിന് മറുപടിയായി മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നു, പന്തൽ വീഴാൻ കല്യാണം തന്നെ നടക്കണം എന്നില്ല. ജയേഷ് തിരിച്ച് തൻ്റെ ജോലി സ്ഥലമായ തമിഴ്നാട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജയേഷ് സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജയേഷിൻ്റെ മാട്രിമോണി ഓഫീസിലേക്ക് വിളിച്ചിട്ട് ജയേഷിൻ്റെ പേഴ്സണൽ മാരേജ് അസിസ്റ്റൻറ്റിന് തന്നെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ എത്ര കാലമായി നിങ്ങളെ എൻ്റെ പേഴ്സണൽ മാരേജ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യിപ്പിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി നിറം കുറഞ്ഞ പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടമല്ല എന്ന്. എന്തിനാണ് അത്തരത്തിലൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മാട്രിമോണിയിൽ വർക്ക് ചെയ്യുന്ന കുട്ടി പറയുന്നു, സാർ, കളറിൻ്റെ കാര്യത്തിൽ മാത്രമേ ശകലം ഡിഫറൻ്റ് ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ് സാർ. പക്ഷേ ജയേഷ് ആ പേഴ്സണൽ മാരേജ് അസിസ്റ്റൻറ്റിനെ വഴക്ക് പറയുകയും താൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പെണ്ണിനെ മാത്രം തനിക്ക് കല്യാണം കഴിക്കാൻ മതി എന്ന് തറപ്പിച്ച് പറയുന്നു. ഈ സമയം ജയേഷ് ആ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിന് വന്ന മറ്റൊരു പെൺകുട്ടിയെ കാണുകയാണ്. അത് വേറെ ആരുമല്ല, ജയേഷ് ഇതിനു മുമ്പ് പെണ്ണ് കാണാൻ പോയ ഒരു കുട്ടി തന്നെയായിരുന്നു. ആ കുട്ടിയുടെ പേര് പല്ലവി എന്നാണ് കേട്ടോ. ഈ കുട്ടിയെ ഈ ജയേഷ് പെണ്ണ് കാണാൻ പോയ സമയത്ത് പേര് ചോദിച്ചതിന് ശേഷം കല്യാണത്തിന് ശേഷം ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ, എനിക്ക് താല്പര്യമുണ്ട് എന്ന് ആ കുട്ടി പറഞ്ഞ സമയത്ത് ഈ ജയേഷ് അവിടെ നിന്നും ഒന്നും മിണ്ടാതെ ഇറങ്ങി പോരുകയാണ് ചെയ്തത്. അതായത് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കല്യാണത്തിന് ശേഷം ജോലിക്ക് പോകുന്നതും ഈ ജയേഷിന് ഇഷ്ടമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജയേഷിൻ്റെ ഏകദേശ സ്വഭാവം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ജയേഷ് ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് പല്ലവിയെ വീണ്ടും പരിചയപ്പെടുകയാണ്. പല്ലവി ചോദിക്കുന്നുണ്ട്, ജയേഷിൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന്. ഇല്ല എന്ന് ജയേഷ് മറുപടി പറയുന്നു. ജയേഷ് തിരിച്ചും ചോദിക്കുന്നു, കഴിഞ്ഞതാണെന്ന് പല്ലവി തിരിച്ചു പറയുന്നു. പക്ഷേ അത് ഡൈവേഴ്സായി പോയെന്നും പറയുന്നു. അതിനുശേഷം പല്ലവി പറയുന്നു, ഞാൻ സൗത്ത് ഇന്ത്യ ബേസ് ചെയ്ത് മാച്ച് മേക്കിംഗ് എന്നൊരു മാരേജ് ബ്യൂറോ നടത്തുന്നുണ്ട്. അതിൻ്റെ കാർഡ് ജയേഷിന് കൊടുക്കുന്നു. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പക്ഷേ ജയേഷിന് അതത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ജയേഷ് സ്വയം പറയുകയാണ്, സ്വന്തം കല്യാണം നേരെ നോക്കി നടത്താൻ കഴിയില്ല, അവളാണ് ഇനി എൻ്റെ കല്യാണം നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആ കാർഡിനെ ജയേഷ് വലിച്ചെറിഞ്ഞ് കളയുന്നു. ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് ജയേഷിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജയേഷിൻ്റെ കൂട്ടുകാരനെയാണ്. ഈ കൂട്ടുകാരൻ താമസിക്കുന്നത് ജയേഷിൻ്റെ കൂടെ തന്നെയാണ്. ഈ കൂട്ടുകാരനെ ജയേഷിൻ്റെ അമ്മ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, കുറച്ച് പെണ്ണുങ്ങളുടെ ഫോട്ടോ അയച്ചു തരാമെന്നും അത് ജയേഷിനെ കാണിച്ച് അവനെ
പെണ്ണ് കാണാൻ സമ്മതിപ്പിക്കണമെന്നും പറയുന്നു. അങ്ങനെ അമ്മ അയച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ ജയേഷിൻ്റെ കൂട്ടുകാരൻ ജയേഷിനെ കാണിക്കുന്നു. ആദ്യം ജയേഷ് സമ്മതിക്കുന്നില്ല. പക്ഷേ ആ ഫോട്ടോയിലുള്ള പെണ്ണിൻ്റെ പേര് ഗോപിക എന്നറിയുമ്പോൾ മുമ്പ് ജയേഷിൻ്റെ കൈ നോക്കി സിനിത എന്നൊരു കുട്ടി ജയേഷ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ പേരിൽ 3 അക്ഷരം കാണും എന്ന് പറഞ്ഞില്ലേ, അത് ജയേഷിന് ഓർമ്മ വരുന്നു. അങ്ങനെ ജയേഷ് ആ പെണ്ണ് കാണൽ ചടങ്ങിന് സമ്മതിക്കുന്നു. ജയേഷ് ഗോപികയെ പെണ്ണ് കാണാൻ പോകുന്നു. അവിടെ എത്തിയ ജയേഷ് ഗോപികയുടെ അടുത്ത് തഞ്ചത്തിൽ പല കാര്യങ്ങളും ചോദിച്ചറിയുന്നു. അവ ഇതൊക്കെയാണ്: ഗോപികയ്ക്ക് ഇന്ത്യൻ ഡ്രസ്സാണ് ഇടാൻ ആഗ്രഹം, പിന്നെ നല്ല രീതിയിൽ പാചകം ചെയ്യാൻ അറിയാം, കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് പോകാനും ആഗ്രഹമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജയേഷിനെ പോലെ തന്നെ ഒരു പഴഞ്ചൻ ചിന്താഗതിയുള്ള ഒരു പെണ്ണ് ജയേഷിനെ ഗോപികയ്ക്ക് ഇഷ്ടമാകുന്നു. ഗോപികയെ കല്യാണം കഴിക്കാൻ ജയേഷ് അങ്ങനെ സമ്മതിക്കുന്നു. അങ്ങനെ ജയേഷിൻ്റെ കല്യാണം ഉറപ്പിച്ചതിൻ്റെ ആഘോഷങ്ങളൊക്കെ ജയേഷിൻ്റെ ഓഫീസിൽ നടക്കുന്നു. ഇതിനിടയിൽ ജയേഷിൻ്റെ കൂട്ടുകാരൻ ജിതേഷ് ഉണ്ടല്ലോ, ജയേഷിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. കല്യാണം കഴിഞ്ഞാൽ ഈ കളിയും ചിരിയും എന്നും ഉണ്ടാവില്ല. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കടിഞ്ഞാണ് എപ്പോഴും കല്യാണം കഴിച്ച ആണിൻ്റെ കയ്യിലായിരിക്കണം. എപ്പോഴും പെണ്ണിനോട് ഒരു ആണിന് മേൽക്കോയ്മ ഉണ്ടായിരിക്കണം. ഇങ്ങനെയെല്ലാം ജിതേഷ് ജയേഷിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഇതിനിടയിൽ ജയേഷിൻ്റെ സഹോദരിയുടെ മകളുടെ എൻഗേജ്മെൻറ്റും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ജയേഷിന് ഗോപികയുടെ ഒരു ഫോൺ കോൾ വരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപിക വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അതായത് അവരുടെ കോളേജ് ഗ്യാങ്ങിൻ്റെ കൂടെയാണ്. ഈ ട്രിപ്പ് പോകുന്നതിൽ എല്ലാ പേരും ഗേൾസ് മാത്രമേ ഉള്ളൂ. ഇതിന് അനുവാദം ചോദിക്കാനാണ് ജയേഷിനെ ഗോപിക വിളിച്ചത്. എവിടെ പോയാലും അതിൻ്റെ ലൊക്കേഷൻ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഗോപികയ്ക്ക് അതിന് അനുവാദവും ജയേഷ് കൊടുക്കുന്നു. അങ്ങനെ തിരിച്ച് ജോലിക്കായി തമിഴ്നാട്ടിലെത്തിയ ജയേഷിൻ്റെ ഫ്ലാറ്റിൽ വെച്ച് ജയേഷിൻ്റെ സഹപ്രവർത്തകരും ഫ്ലാറ്റിലുള്ള ആൾക്കാരും എല്ലാവരും കൂടി ചേർന്ന് ജയേഷിൻ്റെ കല്യാണം ഉറപ്പിച്ചതിന് ഒരു വലിയ പാർട്ടി കൊടുക്കുകയാണ്. ഒരു അടിപൊളി പാർട്ടി. പിറ്റേ ദിവസം രാവിലെ ജയേഷ് കാണുന്ന കാഴ്ച മെറിൻ എന്ന് പറയുന്ന ഒരു പെണ്ണ് തൻ്റെ ഫ്ലാറ്റിൽ കൂടെയുണ്ട്. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് തലേ ദിവസം തൻ്റെ കൂട്ടുകാരൻ അവിടെ താമസിച്ചു കൊള്ളാൻ പറഞ്ഞ 3 പേരിൽ ആ 3 പേരിൽ ഒരാൾ ഈ പെൺകുട്ടിയാണ് മെറിൻ. ആദ്യം ഈ പെൺകുട്ടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ ജയേഷ് സമ്മതിക്കുന്നില്ല. പക്ഷേ തൻ്റെ കല്യാണം 22-ാം തീയതിയാണല്ലോ. അതെല്ലാം കഴിയുമ്പോൾ ഇവർ ഇവിടുന്ന് പെക്കോളുമെന്ന് പറയുമ്പോൾ ജയേഷ് അതിന് സമ്മതിക്കുന്നു. ഇവരെ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്നു ജയേഷ്. അങ്ങനെ തൻ്റെ 22-ാം തീയതി നടക്കാൻ പോകുന്ന കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കാൻ വേണ്ടി ജയേഷ് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ജയേഷിന് ഗോപികയുടെ ഒരു ഫോൺ കോൾ വരികയാണ്. തനിക്ക് ജയേട്ടനെ തനിച്ചൊന്ന് കാണണമെന്നും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാനും പറയുന്നു. അങ്ങനെ ജയേഷ് ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ ജയേഷിൻ്റെ അടുത്ത് ഗോപിക പറയുന്നു, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്നും ഞങ്ങൾ LKG മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് എന്നും വയനാട്ടിൽ ആ ട്രിപ്പ് പോയില്ലേ അപ്പോഴാണ് ഞങ്ങളുടെ പ്രണയം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും പറയുന്നു. ആരാണവൻ? അവനെ എനിക്ക് ഇപ്പോൾ കാണണമെന്ന് ജയേഷ് പറയുമ്പോൾ ഗോപിക കൃഷ്ണ എന്ന് വിളിക്കുന്നു. ഇപ്പോഴാണ് ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നത് കേട്ടോ. കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ വരുന്നത് ഒരു പെണ്ണാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവർ ഒരു ലെസ്ബിയൻ കപ്പിളാവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് കണ്ട ജയേഷ് അവിടെ കിടന്ന് ചെറിയ ബഹളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇതിനുശേഷം പുറത്തേക്ക് പോയ ജയേഷ് വിഷമം സഹിക്കാതെ ബോധം കെട്ട് വീഴുന്നു. എന്നിട്ട് ഈ കല്യാണം തനിക്ക് വേണ്ട എന്ന് ഗോപികയുടെ വീട്ടിൽ ചെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിന് ഗോപിക ജയേഷിനെ വിളിച്ച് നന്ദി പറയുന്നു അവരുടെ പ്രണയം സമ്മതിച്ചു കൊടുത്തതിന്. പക്ഷേ ജയേഷ് ഒരു ആട്ടാട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് പറയുന്നു, ഞാൻ എന്നെ തന്നെ വൈറലാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നിന്റെ പ്രണയം ഞാൻ നിന്റെ വീട്ടിൽ എന്താണെന്ന് തുറന്നു പറയാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് ജയേഷ് ഫോൺ കട്ട് ചെയ്യുന്നു. ജയേഷ് എന്തിനാണ് കല്യാണം വേണ്ട എന്ന് പറഞ്ഞതെന്ന് ജയേഷിൻ്റെ വീട്ടുകാർക്ക് പക്ഷേ മനസ്സിലാവുന്നില്ല. അവർ പല പ്രാവശ്യം ചോദിച്ചിട്ടും ജയേഷ് അതിന് തുറന്നു പറയുന്നില്ല. പകരം ജയേഷു അവരോട് വളരെയധികം ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജയേഷ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തയ്യാറാകുന്നു. ഈ സമയത്ത് ജയേഷിൻ്റെ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്തിനാണ് മോനെ നീ അവളെ വേണ്ടാന്ന് വെച്ചത്? പത്മിനി ഗുണങ്ങൾ എല്ലാമുള്ള ഒരു മോളല്ലേ അവള്, എന്തിനാണ് അവളെ വേണ്ടാന്ന് വെച്ചത്? ഇത് കേട്ട ജയേഷ് ദേഷ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഉണക്കേല ഒരു കോണാങ്കി ശാസ്ത്രം, ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തലയിൽ കയറ്റി വെച്ചിട്ട് പത്മിനിയല്ല ഞാൻ പത്മനാഭനെയാ കെട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ജയേഷ് ദേഷ്യത്തിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ പുറകിൽ നിന്ന് മുത്തശ്ശി അടക്കമുള്ളവർ ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ നിനക്ക് പെണ്ണൊന്നും നോക്കണ്ട. അപ്പോൾ ജയേഷ് പറയുന്നു, ആരെ കെട്ടണം, എപ്പോൾ കെട്ടണം, എങ്ങനെ കെട്ടണമെന്ന് ഇനി മാമ്പറത്തെ ജയേഷ് തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയേഷിൻ്റെ ആ പോക്ക്. ഇതുകൂടി ആയപ്പോൾ ജയേഷിൻ്റെ വീട്ടിലെ സഹോദരിയുടെ മകനും മകൾക്കും ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. പത്മിനിയെ വേണ്ട പത്മനാഭനെ മതി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? ജയേഷ് എന്താണ് അർത്ഥമാക്കുന്നത്? അവർ ജയേഷിൻ്റെ
ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ അരിച്ചു പറക്കി നോക്കുകയാണ്. ജയേഷിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ജയേഷിൻ്റെ കല്യാണം നടക്കുന്നതിൻ്റെ മുന്നോടിയായി ഇവർ രണ്ടുപേരും താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഒരു പാർട്ടി നടന്നിരുന്നല്ലോ. ആ പാർട്ടിയുടെ വീഡിയോ ഈ ജയേഷിൻ്റെ കൂട്ടുകാരൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ജയേഷ് അടിച്ച് പൂസായി ആ പാർട്ടിയിൽ വന്നിരുന്ന ആണുങ്ങളെല്ലാം ഓടി നടന്ന് കിസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് സഹോദരിയുടെ മക്കൾ ജയേഷിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഏട്ടൻ കല്യാണമെല്ലാം മുടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ചേട്ടൻ മഴവില്ലോ അതെന്താ എന്ന് ചോദിക്കുമ്പോൾ സഹോദരിയുടെ മകൻ തിരിച്ചു പറയുന്നു, മഴവില്ലെന്നാൽ കുണ്ടനാ കുണ്ടൻ. ഇത് കേട്ടപാടെ ജയേഷിൻ്റെ അമ്മ അവൻ്റെ മുഖത്തേക്ക് മീൻ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു. ഈ കാര്യം ജയേഷിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരനെയും വിളിച്ചറിയിക്കുകയാണ്. അവൻ ഉടനെ തന്നെ ജയേഷിനെ കാണാൻ പോകുന്നു. ജയേഷ് കല്യാണം മുടങ്ങിയതിൻ്റെ സങ്കടത്തിലിരിക്കുകയായിരുന്നു. ജയേഷിനെ മാറ്റി നിർത്തിയിട്ട് അവൻ ചോദിക്കുന്നു, സത്യം പറയടാ, നീ കുണ്ടനാണോ കുണ്ടൻ? ഇത് കേട്ട ജയേഷ് കൂട്ടുകാരനെ ചീത്ത വിളിക്കുകയാണ്. ജയേഷിൻ്റെ അടുത്ത് ഉടനെ തന്നെ ആ കൂട്ടുകാരൻ തൻ്റെ കയ്യിലുള്ള ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഉടനെ തന്നെ ജയേഷ് ഇത് കണ്ട് അതിശയിച്ച് നിൽക്കുകയാണ്. ജയേഷിൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്നു, അവിടെ എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നടാ? നിനക്ക് ഈ ആണുങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ പിടിച്ച് കിസ് ചെയ്യാൻ വേണ്ടി? ജയേഷ് പറയുന്നു, ആ സമയത്ത് ഞാൻ അടിച്ച് ഫിറ്റായിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇതെല്ലാം. കൂട്ടുകാരന് ഇതൊന്നും വിശ്വാസമാകുന്നില്ല. അവൻ ചോദിക്കുന്നു, സത്യം പറയടാ, അതുകൊണ്ടല്ലേ നീ കഴിഞ്ഞ 8 വർഷമായി കാണുന്ന പെണ്ണുങ്ങളെ എല്ലാം വേണ്ട എന്ന് പറയുന്നത്? നീ ആകെ മൊത്തം ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് ഗോപിക മാത്രമാണ്. അതുമാത്രമല്ല, നീ ഒരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറ, നീ മറ്റേതല്ലേ? ഇതെല്ലാം കേട്ട് ജയേഷ് ആകെ മൊത്തം തളർന്നു പോവുകയാണ്. ജയേഷ് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നു. ഇതിനു മുമ്പ് പെണ്ണ് കാണാൻ പോയ സിനിത എന്ന കുട്ടി പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സമയമാണ് ഇപ്പോഴെന്നും ജീവിതത്തിൽ ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കാര്യം ജയേഷിൻ്റെ മനസ്സിൽ കിടന്ന് അലട്ടുകയാണ്. ഈ സങ്കടമെല്ലാം തന്നെ ജയേഷ് ഫ്ലാറ്റിൽ വന്ന് ഫ്ലാറ്റിൽ അവരുടെ കൂടെ താമസിക്കാൻ സമ്മതിച്ചിട്ടുള്ള മെറിൻ എന്ന കുട്ടിയെടുത്തും അവളുടെ 2 കൂട്ടുകാരായ പയ്യന്മാരെടുത്തും പറയുന്നു. അവരെല്ലാവരും തന്നെ ജയേഷിനെ സമാധാനപ്പെടുത്തുന്നു. അതിനുശേഷം ഇവരെല്ലാം തന്നെ അടിച്ച് ഫിറ്റായി കിടന്ന് ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം തന്നെ ജയേഷിൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ജയേഷിൻ്റെ അച്ഛനും അമ്മയും തമിഴ്നാട്ടിലുള്ള ജയേഷിൻ്റെ ഈ ഫ്ലാറ്റിലേക്ക് വരികയാണ്. അവർ വാതിൽ തുറന്ന് ആദ്യം കാണുന്നത് മെറിൻ സോഫ സെറ്റിൽ കിടന്ന് ഉറങ്ങുന്നതാണ്. തൊട്ട് താഴെ ജയേഷും കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ജയേഷ് ആ മെറിൻ്റെ 2 കൂട്ടുകാരന്മാരായ പയ്യന്മാരുണ്ടല്ലോ, അവരെ കെട്ടിപ്പിടിച്ച് കിടന്നാണ് ഉറങ്ങുന്നത്. ഇത് കണ്ടപാടെ ജയേഷിൻ്റെ അമ്മ ജോത്സ്യൻ പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങളുടെ മകൻ്റെ ജാതകം ഒരു അർദ്ധനാരീശ്വര ജാതകമാണ് എന്നും ഇതൊരു സ്വർഗ അനുരാഗിയുടെ ജാതകമാണ് എന്നും ഇതുകൂടി ആയപ്പോൾ ജയേഷിൻ്റെ അമ്മ ദൈവത്തിനെ വിളിച്ച് അവിടെ നിന്ന് കരയുന്നു. ഉടനെ തന്നെ ജയേഷിൻ്റെ അച്ഛൻ ചോദിക്കുന്നു, എഴുതടാ, ഇതിൽ ആരാടാ നിന്റെ പത്മനാഭനെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ജയേഷ് നേരെ ഓഫീസിലേക്ക് എത്തുമ്പോൾ ജയേഷിൻ്റെ ബോസായ ബാബു സാർ തൻ്റെ ക്യാബിനിലേക്ക് ജയേഷിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യം പറയുന്നു. അത് ജയേഷ് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട പല്ലവിയെ കുറിച്ചായിരുന്നു. പല്ലവി ഈ ബാബു സാറിൻ്റെ ഒരു കൂട്ടുകാരിയാണെന്നും അവൾ നടത്തുന്ന സ്ഥാപനം നല്ലൊരു സ്ഥാപനമാണെന്നും നിനക്ക് യോജിക്കുന്ന ഒരു പെണ്ണിനെ അവൾ കണ്ടുപിടിച്ച് തരുമെന്നും പറഞ്ഞ് ഈ ബാബു സാർ ജയേഷിൻ്റെ കയ്യിലേക്ക് പല്ലവിയുടെ കാർഡും കൊടുക്കുന്നു, പല്ലവിയെ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് ജയേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന അച്ഛനെയും അമ്മയുമാണ്. അവർ ജയേഷിനെ ചോദ്യം ചെയ്യുകയാണ്. സത്യം പറയാൻ നിനക്ക് ആണിനോടാണോ പെണ്ണിനോടാണോ താല്പര്യമുള്ളത് എന്ന് ജയേഷിൻ്റെ അമ്മ ചോദിക്കുന്നു. ഇതിൽ ദേഷ്യപ്പെട്ട് ജയേഷ് ആ ഫ്ലാറ്റിൻ്റെ ഏറ്റവും ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ജയേഷ് ഒരാളെ കാണുന്നുണ്ട്. ഹിന്ദിക്കാരിയും അയൽക്കാരിയും ഡോക്ടറുമായ പായലിൻ്റെ അടുത്ത് ഈ നടന്ന കാര്യമെല്ലാം പറയുന്നു. തൻ്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നത് താൻ ഗേ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ പായൽ ചോദിക്കുന്നു, തനിക്ക് ഒരു ലവർ പോലും ഇല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്ന്. ആ ഒരു മൂഡിൽ ജയേഷിനെ പായൽ കിസ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ജയേഷ് നേരെ ബാത്റൂമിലേക്ക് വരുന്നു. അവിടേക്ക് ജയേഷിൻ്റെ അച്ഛനും എത്തുന്നുണ്ട്. അച്ഛൻ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ അച്ഛൻ ഓടി ജയേഷിൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നു, നമ്മളുടെ മകൻ വിചാരിച്ചതുപോലെയല്ല, അവൻ സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ്, നല്ല കമുക് പോലെ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. ഫ്ലാറ്റിൽ തൻ്റെ കൂടെ താമസിക്കുന്ന കൂട്ടുകാരോടെല്ലാം പായൽ കിസ് ചെയ്ത കാര്യം ജയേഷ് ചർച്ച ചെയ്യുന്നു. പക്ഷേ മെറിൻ പറയുന്നു, അതൊരിക്കലും പ്രണയമായിരിക്കില്ല, അതൊരു മൊമെന്റിൽ സംഭവിച്ചു പോയതായിരിക്കുമെന്ന് ജയേഷിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. വേണമെങ്കിൽ ജയേഷിൻ്റെ അടുത്ത് പ്രണയമുണ്ടോ എന്ന് പായലിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് മെറിൻ പറയുന്നു. ഇതിന് മറുപടിയായി ജയേഷ് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മൊമെന്റിൻ്റെ പേരിൽ എന്നെ കിസ് വെച്ചവൾ നാളെ മറ്റൊരു മൊമെന്റിൻ്റെ പേരിൽ മറ്റൊരാളെ കിസ് വെക്കില്ല എന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞ് പായലിൻ്റെ കേസ് വിട്ടുകളയാൻ പറയുന്നു.
പക്ഷേ പിറ്റേ ദിവസം രാവിലെ ജയേഷിനെ കാണുന്ന പായൽ തലേന്ന് നടന്ന കാര്യത്തിന് ജയേഷിനോട് മാപ്പ് പറയുകയും തങ്ങൾ ഫ്രണ്ട്സായിരിക്കില്ലേ എന്ന് ചോദിച്ച് അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുകയും ചെയ്യുന്നു. ഇത് ജയേഷിൻ്റെ കൂട്ടുകാരൻ കാണുന്നു. പായലിനെ ആലോചിക്കാൻ ജയേഷിൻ്റെ അടുത്ത് കൂട്ടുകാരൻ പറയുന്നു. എന്നാൽ ജയേഷ് പറയുന്നു, എന്നെ അവൾ തമാശയ്ക്ക് പിടിച്ച് കിസ് ചെയ്തു എന്നല്ലേ പറയുന്നത്, നാളെ അവൾക്ക് എന്നെക്കാളും വലിയ തമാശക്കാരനെ കിട്ടിയാലോ. വേറൊരു ദിവസം ജയേഷ് താമസിക്കുന്ന ഫ്ലാറ്റിൽ മെറിനും പായലും ജയേഷിൻ്റെ കൂട്ടുകാരും എല്ലാം ഇരിക്കുന്ന സമയത്ത് ജയേഷിൻ്റെ കൂട്ടുകാരൻ ജയേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു, പായൽ വേണ്ടെങ്കിൽ വേണ്ട, നീ മെറിനെ ആലോചിച്ചാൽ എന്താ എന്ന്. അതിന് മെറിന് 25 വയസ്സല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 25 വയസ്സ് ഒരു ചെറിയ പ്രായമൊന്നും അല്ലല്ലോ. അപ്പോൾ ജയേഷിൻ്റെ മനസ്സിൽ മെറിനെക്കുറിച്ചുള്ള ചില ആലോചനകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിനുശേഷം ജയേഷ് തൻ്റെ മാരേജ് അസിസ്റ്റൻറ്റിനെ രാത്രി വിളിക്കാൻ ശ്രമിക്കുന്നു. കിട്ടാത്തത് കൊണ്ട് വളരെ ദേഷ്യത്തിൽ തിരിച്ചു വിളിക്കാൻ വേണ്ടി മെസ്സേജ് ഇടുന്നു വാട്സപ്പിൽ. പിറ്റേ ദിവസം രാവിലെ ഈ മാരേജ് അസിസ്റ്റൻ്റായ പെൺകുട്ടി ജയേഷിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എന്താടാ പാതിരാത്രി നിനക്ക് ഞാൻ പെണ്ണാലോചിക്കണമല്ലേ, നീ എനിക്ക് ശമ്പളം തരുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ അടിമയൊന്നുമല്ല. ഉള്ള കാര്യം പറയാലോ, നീ ഒരു സ്ത്രീ വിരുദ്ധനാണ്, പക്കാ സ്ത്രീ വിരുദ്ധൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീ ഫോൺ വിളിച്ചിട്ട് എന്താ പറഞ്ഞ്, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അടുക്കളയിൽ ദാസിയും കിടപ്പറയിൽ, നീയൊന്നും പെണ്ണ് കിട്ടാതെ അവസാനം പൊഴുത്ത് ചാകുമടാ എന്നൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞതിന് ശേഷം അവൾ ഫോണും കട്ട് ചെയ്യുന്നു. അന്ന് വൈകുന്നേരമാകുമ്പോൾ ജയേഷിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയേഷിൻ്റെ അച്ഛന് ചെറിയൊരു അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്ന്. അവിടെ എത്തിയ ജയേഷിൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട്, ജയേഷ് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം, ജയേഷ് 38 വയസ്സിനകത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ അച്ഛൻ 70 താണ്ടില്ല എന്നാണ് കണിയാർ പറഞ്ഞതെന്നും കല്യാണം കഴിക്കാൻ ജയേഷിനെ നിർബന്ധിക്കുന്നു. എന്നാൽ ജയേഷ് ഗേ ആണെന്നുള്ള കള്ളക്കഥ മൊത്തം പരന്നിരിക്കുന്നത് കൊണ്ട് തലശ്ശേരിയിൽ നിന്ന് പെണ്ണ് കിട്ടാൻ പാടാണെന്ന് ബ്രോക്കർ പറയുന്നു. അപ്പോൾ ഈ ബ്രോക്കർ പല്ലവി എന്ന പെൺകുട്ടിയുടെ കാര്യം പറയുന്നു. അവൾക്കൊരു സ്ഥാപനമുണ്ട് എന്നും ഇതേപോലെ പെണ്ണ് ആലോചിച്ചു കൊടുക്കുന്ന സ്ഥാപനമാണെന്നും പല്ലവി വിചാരിച്ചു കഴിഞ്ഞാൽ ജയേഷിൻ്റെ കല്യാണക്കാര്യം നടക്കുമെന്ന് പറയുന്നു. എന്നാൽ ജയേഷ് സമ്മതിക്കുന്നില്ല. പല്ലവിക്ക് പല്ലവിയുടെ കല്യാണക്കാര്യം പോലും നോക്കാൻ അറിയില്ല, പിന്നെയല്ലേ എൻ്റെ കല്യാണക്കാര്യം നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ജയേഷ് അതിന് സമ്മതം മൂളുന്നില്ല. എന്നാൽ ഈ സമയം ജയേഷിൻ്റെ അച്ഛൻ എല്ലാവരുടെടുത്തും ആ ഹോസ്പിറ്റൽ റൂമിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറയുന്നു, ജയേഷ് ഒഴിച്ച്. ഇതിനുശേഷം ജയേഷിൻ്റെ കുത്തിനി പിടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് കണിയാർ പറഞ്ഞതുപോലെ 70ാമത്തെ വയസ്സിൽ മരിക്കാൻ താല്പര്യമില്ല, നീ മര്യാദയ്ക്ക് പെണ്ണ് കെട്ടി കൊച്ചുണ്ടാക്കി കാണിക്ക്, ഇല്ലെങ്കിൽ നിന്നെ കുത്തി ഞാൻ കുടൽമാല പുറത്തെടുക്കും. പല്ലവി ആരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് അവളെ നീ കെട്ടിക്കോണം. ഈ വിരട്ടലോടുകൂടി ജയേഷ് എല്ലാത്തിനും സമ്മതിക്കുന്നു. പല്ലവി പറയുന്ന പെൺകുട്ടിയെ കെട്ടാനായി ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ പല്ലവിയുമായി ജയേഷ് പെണ്ണ് കാണാൻ പോകുന്നു. ആദ്യം കണ്ട പെണ്ണിന് ഇത്തിരി നിറക്കുറവുണ്ടായിരുന്നു. ജയേഷ് ആ പെണ്ണിനെ ഇഷ്ടപ്പെടാതെ ഇറങ്ങി വരുന്നു. എന്നാൽ ജയേഷിൻ്റെ അച്ഛൻ വീട്ടിലെത്തിയപ്പോൾ ജയേഷിനെ കണ്ണാടിയുടെ മുന്നിൽ നിർത്തിയിട്ട് പറയുന്നു, നിനക്ക് നിറം കുറഞ്ഞ പെണ്ണിനെ ഇഷ്ടപ്പെടില്ല അല്ലേ, നീ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിനക്കറിയാമോ, അവൻ്റെ ഉറക്കം തൂങ്ങിയ കണ്ണും കൂനിത്താണ ഷോൾഡറും ചാടിയ വയറും, നീ നടക്കുന്നത് മുട്ടയിടാൻ പോകുന്ന താറാവ് പോലെയാണ്, നീ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ ഒന്നുമല്ല, അതുകൊണ്ട് നീ നിന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പെണ്ണിനെ കെട്ടിയാൽ മതി. ഈ കാര്യങ്ങളെല്ലാം ജയേഷ് മെറിനെ വിളിച്ചും പറയുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞതെല്ലാം മെറിൻ്റെ അടുത്ത് ജയേഷിന് ഒരു സോഫ്റ്റ് കോർണർ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും പല്ലവിയുമായി പെണ്ണ് കാണാൻ ജയേഷ് ആരംഭിക്കുകയാണ്. പല വീടുകളിലേക്കും ജയേഷ് പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ഇപ്രാവശ്യം ജയേഷ് പെണ്ണ് കാണാൻ പോകുമ്പോൾ ജയേഷിൻ്റെ പഴയ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ജയേഷിന് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ കാലം തിരിച്ചടിക്കും എന്ന് പറയുന്നത് പോലെ ജയേഷ് ഓരോ ഡിമാൻഡ് വച്ചിരുന്നത് പോലെ ഇപ്രാവശ്യം കണ്ട പെണ്ണുങ്ങളെല്ലാം ജയേഷിനെതിരെയും ഓരോ ഡിമാൻഡുകൾ വയ്ക്കുന്നു. പലർക്കും ജയേഷിനെ ഇഷ്ടപ്പെടുന്നില്ല. ജയേഷ് പെണ്ണ് കാണാൻ പോയ ചില പെണ്ണുങ്ങൾ പറയുന്നു ജയേഷിന് നിറമില്ല എന്ന്, ചിലർക്ക് ജയേഷിന് മീശ ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല, ചിലർക്ക് പ്രായം കൂടിയതുകൊണ്ട് ജയേഷിനെ ഇഷ്ടപ്പെടുന്നില്ല, ചില പെണ്ണുങ്ങൾക്കാണെങ്കിലും അവർക്ക് വേറെ പ്രണയവുമുണ്ട്. അങ്ങനെ പല്ലവിയും ജയേഷും ജയേഷിൻ്റെ കൂട്ടുകാരനും എല്ലാവരും കൂടെ ചേർന്ന് ജയേഷിൻ്റെ ഒരു പെണ്ണും കണ്ട് ആ പെണ്ണ് കാണൽ ചടങ്ങ് പരാജയപ്പെട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ജയേഷിൻ്റെ കൂട്ടുകാരനായ ജിതേഷ് പല്ലവിയെ വഴക്ക് പറയുകയാണ്. അവൻ്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ഏത് പെണ്ണിനെ വേണമെങ്കിലും കെട്ടാമെന്ന് പറഞ്ഞു വന്നപ്പോൾ എവിടെ കിടക്കുന്ന സകല പെണ്ണുങ്ങളെ നീ കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പല്ലവിയെ വഴക്ക് പറയുന്നു. പല്ലവി, ഇത് ശരിയാണോ, നിനക്ക് ഈ കണ്ട പെണ്ണുങ്ങളെയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ, നിന്റെ ഇഷ്ടപ്രകാരമല്ലേ നീ പെണ്ണ് കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ജയേഷിന് അപ്പോൾ മറുപടി പറയാൻ തോന്നുന്നില്ല. ജയേഷിൻ്റെ കൂട്ടുകാരൻ ജിതേഷ് പല്ലവിയെ ബ്രോക്കർ എന്നൊക്കെ വിളിച്ച് അപമാനിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് പല്ലവി കുറച്ച് കാര്യങ്ങളൊക്കെ ജയേഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ജയേഷ് ആണെങ്കിലോ നിസ്സഹായനായിട്ട് ആ കാറിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറയാലോ, ജയേഷിൻ്റെ കൂട്ടുകാരൻ ജിതേഷ് ഉണ്ടല്ലോ, ഒരു പഴഞ്ചൻ പിന്തിരിപ്പൻ ചിന്താഗതിക്കാരനാണ്. ജയേഷിൻ്റെ കൂടെ നടന്ന് ജയേഷിൻ്റെ പല കല്യാണങ്ങളും മുടക്കുന്നതിൽ ഈ ജിതേഷിനും നല്ലൊരു പങ്കുണ്ട് കേട്ടോ.
അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു കല്യാണ ആലോചനയുമായി ബ്രോക്കർ എത്തുകയാണ്. നല്ല പൊരുത്തമുള്ള ഒരു ആലോചന. ജയേഷിന്റെ അച്ഛൻ പറയുന്നു ഉടനെ തന്നെ ഉറപ്പിക്കണം, എത്രയും പെട്ടെന്ന് കെട്ട് നടത്തണമെന്ന്. അപ്പോൾ ജയേഷ് പറയുന്നു പെണ്ണുമായി ഒന്ന് കണ്ട് സംസാരിക്കണ്ടേ എന്ന്. നീ പെണ്ണുമായി സംസാരിച്ചാൽ ഈ കല്യാണവും മുടങ്ങുമെന്ന് പറഞ്ഞ് ജയേഷിന്റെ അച്ഛൻ അതിനെ എതിർക്കുന്നു. ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ജയേഷിന്റെ കൂട്ടുകാരൻ ജിതേഷിനും. ജിതേഷും പറയുന്നു പെണ്ണുമായി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, കല്യാണം അങ്ങ് നടത്താൻ പറയുന്നു. അങ്ങനെ എടി പിടി എന്ന് ജയേഷിന്റെ കല്യാണ ദിവസവും എത്തുന്നു. ജയേഷിന്റെ കല്യാണം നടക്കുകയും ചെയ്യുന്നു. താലി കെട്ടും കഴിയുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ജയേഷിന്റെ ഫോട്ടോഷൂട്ട് സമയം എത്തുകയാണ്. ഫോട്ടോ എടുക്കുന്ന പയ്യൻ പറയുന്നു ബുള്ളറ്റിൽ ഇരുത്തിക്കൊണ്ട് പെണ്ണിന്റെയും പയ്യന്റെയും ഒരു ഫോട്ടോ എടുക്കണം. പക്ഷേ ജയേഷിന്റെ പുറകിലിരുന്ന പെണ്ണിന് ആ ബാലൻസ് കിട്ടുന്നില്ല. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ ഫോട്ടോ എടുക്കുന്ന പയ്യൻ ബൈക്കിൽ ഇരുന്നിട്ട് കല്യാണ പെണ്ണിനെ ആ ബുള്ളറ്റിന്റെ പുറകിലിരിക്കാൻ പറയുന്നു. കല്യാണ പെണ്ണ് ആ ഫോട്ടോ എടുക്കുന്നവന്റെ ബുള്ളറ്റിന്റെ പുറകിൽ കയറിയതും ഈ ഫോട്ടോ എടുക്കുന്നവൻ കല്യാണ പെണ്ണിനെയും കൊണ്ട് ബുള്ളറ്റുമായി ഒരു പോക്ക്. കല്യാണ പെണ്ണ് ഫോട്ടോ എടുക്കുന്നവന്റെ കൂടെ ഒളിച്ചോടി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ കല്യാണ മണ്ഡപത്തിൽ രണ്ട് കൂട്ടരും തമ്മിൽ കൂട്ടാടി തുടങ്ങുകയാണ്. ആ ബൈക്കിൽ പോയ കല്യാണ പെണ്ണിന്റെ പുറകെ ജയേഷും കൂട്ടുകാരനും കാറിൽ വച്ച് പിടിക്കുകയും ചെയ്യുന്നു, അവരെ പിടികൂടാൻ വേണ്ടി. എന്നാൽ കുറച്ചു ദൂരം എത്തിയപ്പോൾ ജയേഷിന് സിനിത പറഞ്ഞ കുറെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ജയേഷ് പറയുന്നു ആ ബൈക്കിൽ പോയി അവളെ അങ്ങ് വിട്ടേക്കാൻ പറയുന്നു. എന്നിട്ട് തിരിച്ച് സിനിതയുടെ വീട്ടിലേക്ക് വിടാൻ പറയുന്നു. അങ്ങനെ ജിതേഷും ജയേഷും സിനിതയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ജയേഷ് സിനിതയെ നേരിൽ കണ്ട് പറയുന്നു സിനിത പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെല്ലാം നടക്കുകയാണ്. സിനിത ജയേഷിന്റെ കയ്യിൽ പിടിച്ച് നോക്കിയിട്ട് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ജയേഷ് ഏട്ടന്റെ ശത്രു ഉള്ളിലാണുള്ളത്, അത് പുറത്തു കളഞ്ഞാൽ മാത്രമേ ജയേഷ് ഏട്ടൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന്. ഈ സമയം ആ വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്ന് ജിതേഷ് കൈ കാണിക്കുന്നുണ്ട് വാ പോകാം പോകാമെന്ന്. ഇത് മാത്രമല്ല ആ സിനിതയുടെ അമ്മയും പറയുന്നു സിറ്റ് ഔട്ടിൽ നിന്നും കൊണ്ട് മോളെ അവർ വന്നു നമുക്ക് പോവാൻ സമയമായി എന്ന്. സിനിത പറയുന്നു അമ്മയെ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് വരാമെന്ന്. എന്നിട്ട് ജയേഷിന്റെ അടുത്ത് സിനിത പറയുന്നു അന്ന് എനിക്ക് ജയേഷ് ഏട്ടനെ കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ല, ഇന്ന് എനിക്ക് ജയേഷ് ഏട്ടനെ കാണുമ്പോൾ മറ നീക്കി പുറത്തു വന്ന സൂര്യനെ പോലെ തോന്നുന്നു, ജയേഷ് ഏട്ടന് തോന്നുന്നില്ല, ജയേഷ് ഏട്ടാ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ജയേഷും പറയുന്നു ഓക്കെ എന്ന്. അപ്പോൾ പുറത്തു നിന്ന് ജിതേഷ് പറയുന്നു എടാ കുരിപ്പേ വാടാ വാടാ പോകാം. ഈ സമയം സിനിതയുടെ അച്ഛനും കുറച്ചു പേരും അകത്തേക്ക് കയറി വന്ന് സിനിതയെ തൂക്കിയെടുത്ത് ഒരു ആംബുലൻസിനകത്തിട്ട് കൊണ്ട് പോവുകയാണ്. ആ ആംബുലൻസിനകത്ത് കിടന്ന് സിനിത പറയുന്നുണ്ട് വാ ജയേഷ് ഏട്ടാ പോകാം പോകാമെന്ന്. ഇപ്പോഴാണ് ജയേഷിനും കൂട്ടുകാരനും ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ സിനിതയ്ക്ക് ഭ്രാന്തായിരുന്നു കേട്ടോ. അവിടുന്ന് ഈ ജയേഷും ജിതേഷും കാറിൽ തിരിച്ചു പോകുന്ന വഴിക്ക് കാറിലിരുന്ന് ജയേഷ് പറഞ്ഞു അവൾക്ക് ഭ്രാന്താണെങ്കിലും അവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞ ശത്രു എൻ്റെ ഉള്ളിലെ ഞാൻ തന്നെ ആണെങ്കിലോ. ഇത് കേട്ടപാടെ ജിതേഷ് തിരിച്ചു പറയുകയാണ് ഒരു പെണ്ണ് പറയുന്ന വാക്ക് ഒരു ആൺ ഒരിക്കലും കേൾക്കാൻ പാടില്ല, അവൾക്ക് ഭ്രാന്താടാ ഭ്രാന്ത്, ആണുങ്ങൾ പറയുന്നത് പെണ്ണുങ്ങൾ കേൾക്കണം. ഇത് കേട്ടപാടെ ജിതേഷിന് വീണ്ടും സിനിത പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു, നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന കാര്യം. ഉടനെ തന്നെ കാറിനുള്ളിലുണ്ടായിരുന്ന ജിതേഷിനെ നീ ഒരു വെറും സ്ത്രീ വിരുദ്ധനാടാ തെണ്ടി സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞ് ജിതേഷിനെ ചീത്ത പറഞ്ഞ് കാറിനുള്ളിൽ നിന്ന് പുറത്താക്കുന്നു. ഈ സമയം ജയേഷിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് ജയേഷിനെ ഉപേക്ഷിച്ച് കൂട്ടുകാരിയുടെ കൂടെ പോയ ഗോപികയുടെ ഫോൺ കോൾ ആയിരുന്നു. അങ്ങനെ ഗോപികയെ ജയേഷ് നേരിൽ കാണുകയാണ്. അപ്പോൾ ഗോപിക ജയേഷിൻ്റെ അടുത്ത് പറയുകയാണ് ഞാനൊരു ലെസ്ബിയൻ അല്ലെന്നും അത് കൃഷ്ണയുടെ കൂടെ ജീവിതം ആരംഭിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായതെന്നും ഞാൻ സ്ട്രെയിറ്റ് ആണെന്നും ഗോപിക പറയുന്നു. എൻ്റെ ദുഃഖം ജയേട്ടന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാകുമെന്നും എൻ്റെ സ്നേഹം ജയേട്ടൻ സ്വീകരിക്കണമെന്നും പറയുന്നു. എന്നാൽ ജയേഷ് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം ജയേഷ് ഉറക്കം എണീക്കുന്നത് സഹോദരിയുടെ മകൻ വിളിച്ചിട്ടാണ്. ജയേഷ് തലേ ദിവസം കല്യാണം കഴിച്ച പെൺകുട്ടി ഫോട്ടോ എടുക്കുന്നവൻ്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ, അവളും അവളുടെ ബന്ധുക്കളും വന്നിരിക്കുന്നു എന്ന് പറയാൻ അവളുടെ ബന്ധുക്കളും ജയേഷിൻ്റെ വീട്ടുകാരും തമ്മിൽ കടുത്ത തർക്കം പുറത്ത് നടക്കുകയാണ്. ആ ഒളിച്ചോടിപ്പോയ പെണ്ണ് ജയേഷിൻ്റെ അടുത്ത് വന്ന് നിന്ന് പറയുകയാണ് ആരോ പറഞ്ഞു ജയേഷ് ഗേ ആണെന്ന്, അതുകൊണ്ടാണ് അവൾ ആ ഫോട്ടോ എടുക്കുന്നവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതെന്നും ആ ഫോട്ടോ എടുക്കുന്നവൻ അവളുടെ ബെസ്റ്റി ആണെന്നും പറയുന്നു. എന്നാൽ ഈ സമയം തന്നെ ജയേഷ് ആദ്യം പെണ്ണ് കാണാൻ പോയില്ലേ, അവർ ജയേഷിൻ്റെ സഹോദരിയുടെ മകളെയാണ് ആലോചിച്ചത്. ആ വീട്ടിലെ ആൾക്കാരും ജയേഷിൻ്റെ വീട്ടിലേക്ക് ജയേഷിനെ അന്വേഷിച്ച് വരുന്നു. ജയേഷിന് ഇങ്ങനെ ഒരു ആപത്തുണ്ടാകുമ്പോൾ നമ്മളല്ലേ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നും ജാതകമൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നും അവരും പറയുന്നു. ഇതെല്ലാം കണ്ട ജയേഷിൻ്റെ അച്ഛൻ പറയുകയാണ് ഇതിപ്പോൾ ഷിറ്റിടാത്തവൻ ഷിറ്റിട്ടപ്പോൾ ഷിറ്റ് കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ എന്ന്. ഇതെല്ലാം കണ്ട് എന്താണ് ചെയ്യണമെന്ന് അറിയാതെ ജയേഷ്
ജയേഷ് നടന്നു പോകുമ്പോൾ ജയേഷിന് ഒരു ഫോൺ കോൾ വരികയാണ്. അത് മെറിൻ്റെ ഫോൺ കോൾ ആയിരുന്നു. മെറിൻ പറയുന്നു, എൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന്. ഇത് എന്താണ് ഇത്ര പെട്ടെന്ന് എന്ന് ജയേഷ് ചോദിക്കുമ്പോൾ മെറിൻ പറയുന്നു, അവർ കുറച്ച് ദിവസമായി എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നും എനിക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു എന്നും ഞാൻ പല രീതിയിലും പല പ്രാവശ്യവും എൻ്റെ പ്രണയം അയാളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചതാണ്. പക്ഷേ അയാൾ അത് കണ്ടില്ല എന്ന് നടിച്ചു. ചിലപ്പോൾ ഏജ് ഡിഫറൻറ്റ് കൊണ്ടായിരിക്കാം, എന്നിൽ നിന്നും കുറച്ച് ഏജ് അയാൾക്ക് കൂടുതലാണ് എന്നും പറയുന്നു. എന്നിട്ട് ജയേഷേട്ടൻ എൻ്റെ മനസമ്മതത്തിന് അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ജയേഷിന് തിരിച്ചൊരു മറുപടി കൊടുക്കാൻ പറ്റാതെ ജയേഷ് ആ ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ്. ജയേഷിന് മനസ്സിലാകുന്നു അവൾക്ക് ജയേഷിനെ ആയിരുന്നു ഇഷ്ടമെന്ന്. അങ്ങനെ മെറിൻ്റെ മനസ്സമ്മത ദിവസം എത്തുകയാണ്. പള്ളിയിലച്ഛൻ മെറിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നിനക്ക് ഈ പയ്യനെ ഇഷ്ടമാണോ എന്ന്. പക്ഷേ മെറിൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയം ജയേഷ് ആ പള്ളിക്കുള്ളിലേക്ക് കടന്നു വരികയാണ്. മെറിൻ ജയേഷ് വന്ന ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഒരു പുഞ്ചിരി മുഖത്തുണ്ടാവുന്നു. എന്നിട്ട് പള്ളിയിലച്ഛൻ്റെ അടുത്ത് പറയുന്നു, എനിക്ക് ഈ പയ്യനെ ഇഷ്ടമല്ല എന്ന്. മനസ്സമ്മതത്തിന് വന്നവരെല്ലാവരും ഈ മറുപടി കേട്ട് അതിശയിക്കുകയാണ്. ജയേഷിൻ്റെ കൂട്ടുകാരൻ പറയുന്നു ജയേഷിൻ്റെ അടുത്ത്, എടാ മുന്നോട്ട് കയറി വാടാ എന്ന്. മെറിൻ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് കരുതി ജയേഷ് മുന്നോട്ട് വരാൻ തയ്യാറാകുമ്പോൾ ജയേഷിൻ്റെ തോളിൽ ഒരാൾ കൈവയ്ക്കുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, ജയേഷിൻ്റെ ബോസായ ബാബു സാർ ആയിരുന്നു. ബാബു സാർ പറയുന്നു, ജയേഷ് ഇത് നിങ്ങളുടെ സീനല്ല, ആ നിൽക്കുന്നത് നിങ്ങളുടെ ഡൈനോസറുമല്ല. ഇപ്പോഴാണ് ജയേഷിന് കാര്യമെല്ലാം മനസ്സിലാകുന്നത്. മെറിൻ ഉദ്ദേശിച്ച പ്രായം കൂടിയ ആൾ എന്ന് പറയുന്നത് ജയേഷ് ആയിരുന്നില്ല, അത് ബാബു സാറായിരുന്നു. ബാബു സാറിനെ ആയിരുന്നു മെറിന് ഇഷ്ടം. മെറിൻ്റെ സ്നേഹം ബാബു സാറിൻ്റെ മുമ്പിലായിരുന്നു പ്രകടിപ്പിച്ചിരുന്നതും. അങ്ങനെ ബാബു സാർ ആ മനസമ്മത ഹാളിൽ വെച്ച് മെറിനെ പ്രപ്പോസ് ചെയ്യുന്നു. മെറിൻ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് സന്തോഷത്തോടു കൂടി മെറിൻ സമ്മതവും മൂളുന്നു. ആ മനസമ്മത ഹാളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ബാബു സാറിൻ്റെയും മെറിൻ്റെയും റിസപ്ഷൻ നടക്കുന്നതാണ്. അവിടെ മെറിനെ കല്യാണം കഴിക്കാനിരുന്ന ആ പയ്യനും അവൻ്റെ കൂട്ടുകാരും വന്ന് ഈ റിസപ്ഷൻ കുളമാക്കാൻ ശ്രമിക്കുന്നു. ബാബു സാറും ബാബു സാറിൻ്റെ കൂട്ടാളികളും കൂടി ഇവർക്കിട്ട് നല്ല അടിയും കൊടുക്കുന്നു. ജയേഷ് ഇതിൻ്റെ ഇടയിൽ ഇടപെട്ട് ആ പയ്യനെയും ബാബു സാറിനെയും പിടിച്ചു മാറ്റുന്നു. അപ്പോൾ ആ പയ്യൻ ഇമോഷനായി സംസാരിക്കുകയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന് ഇവിടെ പാർട്ടി നടത്തുന്നു. സ്വന്തം പെണ്ണിനെ പള്ളിയിൽ വെച്ച് വേറൊരുത്തൻ വിളിച്ചുകൊണ്ട് പോകുന്നത് കാണേണ്ടി വരുന്ന അവസ്ഥ അത് തനിക്കുണ്ടായിട്ടുണ്ടോ എന്ന് ആ പയ്യൻ ജയേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ജയേഷ് പറയുന്നു, ഞാൻ കല്യാണം കഴിച്ച പെണ്ണ് ഫോട്ടോ എടുക്കുന്നവൻ്റെ കൂടെ പോകുന്നത് എനിക്ക് കാണേണ്ടി വന്നിട്ടുള്ളതാണ്. ഉടനെ ആ പയ്യൻ ചോദിക്കുന്നു, എന്നിട്ട് അതിൻ്റെ രണ്ടെണ്ണത്തിനെ കാല് തല്ലി ഒടിച്ചില്ലേ എന്ന്. അങ്ങനെ ചെയ്തിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയാത്ത രണ്ടുപേർ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് നേടാനാണെന്ന് ജയേഷ് ചോദിക്കുന്നു. ഇത് കേട്ട് ആ പയ്യൻ വളരെ ഇമോഷനായി പറയുന്നു, നമുക്ക് രണ്ടുപേർക്കുമുള്ള പെണ്ണ് എവിടെന്നെങ്കിലും വരും. ഈ സമയത്ത് ജയേഷിൻ്റെ നേർക്ക് സുന്ദരിയായ ഒരു പെണ്ണ് നടന്നു വരുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, തട്ടത്തിൽ മറയത്ത് എന്ന സിനിമയിൽ അഭിനയിച്ച ഇഷ തൽവാർ ആയിരുന്നു. അവിടെ നിന്ന് എല്ലാവരും അതിശയത്തിൽ നോക്കുകയാണ്. ആരാണ് ജയേഷിന് നേർക്ക് നടന്നു വരുന്ന ഈ സുന്ദരിയായ പെണ്ണ് എന്ന്. അവൾ നേരെ ജയേഷിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ചോദിച്ചു, ജയേഷിന് എന്നെ മനസ്സിലായോ എന്ന്. ജയേഷ് പറയുന്നു, ഐഷയല്ലേ? ഐഷയല്ല, ധാത്രിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ജയേഷിൻ്റെ മുഖത്തിട്ടൊരു ഇടിയും കൊടുത്തിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. ഇതാരാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? തുടക്കത്തിൽ ധാത്രിക്കുട്ടി എന്ന് പറയുന്ന നോവലിസ്റ്റ് ഫോണിലൂടെ പറഞ്ഞിരുന്നുവല്ലോ ജയേഷിനെ നേരിൽ കണ്ടാൽ പല്ലിടിച്ച് താഴെ ഇടുമെന്ന്. ആ ധാത്രിക്കുട്ടിയാണ് ഈ ധാത്രിക്കുട്ടി. ഇങ്ങനെ ഇടി കൊണ്ട് ഒരു മൂലയ്ക്ക് ഒറ്റയ്ക്കിരുന്ന ജയേഷിൻ്റെ അടുത്തേക്ക് പല്ലവി വരികയാണ്. പല്ലവി റിസപ്ഷനിൽ വന്നതാണ് കേട്ടോ. പല്ലവി ചോദിക്കുന്നു, എന്താണ് ജയേഷ് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നതെന്ന്. ജയേഷ് പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും. ഉടനെ തന്നെ പല്ലവി ആ റിസപ്ഷനിൽ ഡാൻസ് കളിക്കുന്ന ബാബു സാറിനെയും മെറിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു, അവരെ നോക്കി, അവർ തമ്മിൽ ഡിഫറൻസ് ആണ് കൂടുതലുള്ളത്. എന്തിനു പറയുന്നു? അവരുടെ ഏജ്, മതം, പൊക്കം പോലും ഡിഫറൻ്റ് ആണ്. മറ്റേത് പൊരുത്തത്തിനെക്കാട്ടിലും മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമാണ് വലുത് എന്ന് പല്ലവി പറയുന്നു. അപ്പോൾ നമുക്ക് അടുപ്പം തോന്നുന്നവരോട് സംസാരിച്ച് തുടങ്ങാമല്ലേ എന്ന്. തുടങ്ങാമെന്ന് പല്ലവി പറയുന്നു. അപ്പോൾ നമുക്ക് ഒരു കാപ്പി കുടിച്ചാലോ? പല്ലവി തിരിച്ചു ചോദിക്കുന്നു, എന്താ ഉദ്ദേശം? അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. അങ്ങനെ അവർ തമ്മിൽ ഒരു അടുപ്പം തുടങ്ങുകയാണ്. സിനിമയിൽ കാണിക്കുന്നത് ജയേഷിൻ്റെ സഹോദരിയുടെ മകളുടെ കല്യാണമാണ്. ആ കല്യാണത്തിൽ വെച്ച് ജയേഷിൻ്റെ അച്ഛൻ്റെ അടുത്ത് ബ്രോക്കർ ചോദിക്കുന്നു, ജയേഷിൻ്റെ കാര്യം എന്താ എന്ന്. അവൻ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് എന്നും അവർക്ക് എന്തൊക്കെയോ മനസ്സിലാക്കാനുണ്ട് എന്നും അച്ഛൻ ആ ബ്രോക്കറിൻ്റെ അടുത്ത് മറുപടി പറയുന്നു. മനസ്സിലാക്കിയിട്ടൊക്കെ മതി എന്ന് ബ്രോക്കറും പറയുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് ജയേഷിൻ്റെ കൈ നോക്കിയ സിനിതയെയാണ് കേട്ടോ. സിനിത തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ കൈ നോക്കി ജയേഷിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറിൻ്റെ അടുത്തും പറയുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. സിനിമയിൽ അവസാനം
ഗോപികയും കാണിക്കുന്നുണ്ട്. ഗോപിക തൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് വന്ന് പറയുന്നു, ജയേഷിനെ കണ്ടപ്പോഴാണ് ഞാൻ ലെസ്ബിയൻ ആണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായതെന്ന്. ഉടനെ തന്നെ ആ കൂട്ടുകാരി പറയുന്നു, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടി, നിന്റെ ഒടുക്കത്തെ ഒരു ചാട്ടം. ഇതിനുശേഷം ജയേഷിൻ്റെ കൂട്ടുകാരൻ ജിതേഷിനെയാണ്. ജിതേഷ് തൻ്റെ ഭാര്യയോട് പറയുന്നു, നീ വീട്ടിൽ പോയിട്ട് 6 മാസം ആയതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് നിനക്ക് ഇപ്പോൾ പിന്നെയും വീട്ടിൽ പോകണമോ, ഞാൻ ബെൽറ്റ് എടുക്കണമോ? അപ്പോൾ ജിതേഷിൻ്റെ ഭാര്യ ടി വിയിൽ കാണുന്നത് ജയ 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 ജയയാണ്. അതിലൊരു ഫൈറ്റ് സീനും ആ സിനിമയിൽ അപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ജിതേഷിന് തൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടി എന്നാകാം. അവസാനമായി സിനിമയിൽ കാണിക്കുന്നത് വേസ്റ്റ് കുട്ടയിൽ കിടക്കുന്ന ജാതകം പറക്കി എടുത്തുകൊണ്ട് വരുന്ന ജയേഷിൻ്റെ വീട്ടിലെ വേലക്കാരിയാണ്. ആ വേലക്കാരി ഇത് എന്താ അവിടെ കൊണ്ട് ഇട്ടത് എന്ന് ചോദിക്കുമ്പോൾ ജയേഷിൻ്റെ അച്ഛൻ പറയുന്നു, അതെല്ലാം ഭാര്യ അടുപ്പിലിട്ട് നല്ല തീ കത്തിച്ച് ഒരു നല്ല ചായ നീ എടുത്തുകൊണ്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ജയേഷിൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. ഇതോടുകൂടി സിനിമ അവസാനിക്കുകയുമാണ്.